അരുൺ, ഇന്ന് വൃശ്ചികം 1 ഭക്തരുടെ പ്രവാഹമുണ്ടായ ദിവസം. എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ജനൻ ടി വി നടത്തിയ ആ ലൈവത്തോടിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുൻകൂട്ടി കാണിച്ചു തന്ന ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടെ പ്രായോഗിക തലത്തിൽ ഈ ഭക്തരൊക്കെ തന്നെയും അനുഭവിച്ചത്. അത് എരുമേലിലാകട്ടെ, നിലയ്ക്കലാകട്ടെ, പമ്പയിലാകട്ടെ, സന്നിധാനത്താകട്ടെ, മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കുറ്റകരമായ അനാസ്ഥ, അതോടൊപ്പം തന്നെ ഗുരുതരമായുള്ള വീഴ്ച, ആ വീഴ്ച തന്നെയാണ് തുടക്കത്തിൽ ഇത്ര വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ മാസപൂജയ്ക്ക് കണ്ടതാണ്, ഭക്തരുടെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ശബരിമല സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഭക്തർ കൂട്ടത്തോടെ എത്തുന്ന ആ ഒരു സമയത്ത് എടുക്കേണ്ട മുൻകരുതലുകൾ, അത് കൃത്യമായി തന്നെ ഈ വൃശ്ചിക പുലരിയിൽ ഭഗവാനെ കാണുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഈ 1-ാം തീയതി ബുക്ക് ചെയ്ത ഭക്തർ കൂടി എത്താനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഇതിന് മുൻകരുതൽ എടുത്തുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രണം പാളുന്ന ഒരവസ്ഥയിലേക്ക് ഏറ്റവും തുടക്കത്തിൽ അന്ന് നിലയ്ക്കൽ നിന്നും ഭക്തരെ കടത്തിവിടുന്ന മുതലുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി അവിടെ മുതൽ തന്നെ പിഴച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് വെറുതെ ഒരു വാക്കായി പറയുന്നതല്ല, കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഈ വാർത്തകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടുന്നത്. അത് KSRTC ബസ്സിലേക്ക് ഒരു ഭക്തൻ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇടിച്ച് നിറച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നത്. അവരുടെ വിലാപങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ അതൊക്കെ തന്നെ നേരിട്ട് വന്നതാണ്. പമ്പയിലേക്ക് എത്തുമ്പോൾ പമ്പയിലും ഉൾക്കൊള്ളാവുന്നതിലപ്പുറത്തേക്കുള്ള ഭക്തരെത്തുന്നു. പമ്പയിലെ നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അത് ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. അവിടെ തന്നെയാണ് ഭക്തരെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ സമയത്തിന് മുമ്പ് തന്നെ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടേണ്ടി വന്നു. ഈ സന്നിധാനത്തേക്ക് എത്തുന്ന സമയത്ത് പോലും ഈ കൃത്യമായുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളിലും തന്നെ കൃത്യമായ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകിയും ഈ കാനനപാതയിലൂടെ എത്തിയ തീർത്ഥാടകരൊക്കെ തന്നെയും മറ്റു വഴികൾ തേടേണ്ടി വന്നിരുന്നത്. നമുക്കറിയാം, വനത്തിനുള്ളിലൂടെയൊക്കെ തന്നെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങൾ, പക്ഷേ അത് ഏറ്റവും അപകടകരമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മരക്കൂട്ടം വരെ ഈ തീർത്ഥാടകരുടെ തിരക്ക്, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് അനുഭവപ്പെടുകയാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതായത് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ പൂർണ്ണമായും ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന വീഴ്ച, അല്ലെങ്കിൽ ഈ തിരക്ക് മുൻകൂട്ടി കാണുന്നതിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം, അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ദർശന സമയം കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് അതായത് 3 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഇന്ന് നടയടയ്ക്കുന്ന സമയം എന്നത് 1:30 അതിനുശേഷം വീണ്ടും 3 മണിക്ക് നട തുറന്നു. ഇനി 10:50 ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുന്നത്. ഈ ദർശന സമയം തുടക്കത്തിൽ തന്നെ ഏകീകരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ 72,000 തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഈ മണ്ഡല മകര വിളക്ക് കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 1.25 ലക്ഷം തീർത്ഥാടകർ വന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ പോലും ഇല്ലാത്ത അത്ര വലിയ പ്രതിസന്ധികൾ, അത്ര വലിയ തിരക്കുകൾ, എവിടെ ഭക്തരെ നിയന്ത്രിക്കണമെന്ന് അറിയാത്ത അവസ്ഥ. എന്തായാലും ഏറ്റവും നോവ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരങ്ങൾ തന്നെയാണ് ഈ ചർച്ചയുടെ ആരംഭത്തിൽ അവർ നമ്മളോട് പ്രതികരിച്ചത്. അത്ര വലിയൊരു പ്രതിസന്ധികൾ, ആ ഒരു പ്രതിസന്ധികൾ തന്നെയാണ് തുടക്കത്തിലുണ്ടായത്. എന്തായാലും ഈ വീഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഒരു തീർത്ഥാടന കാലത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരും. അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ അത് കൃത്യമായി തന്നെ കണ്ടതാണ്. തുടക്കത്തിലുണ്ടായ ഗുരുതരമായ പിഴവുകൾ, അത് ഈ നിയന്ത്രണങ്ങൾ പാളുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് അങ്ങ് പമ്പയിലും നിലയ്ക്കലും മാത്രമല്ല, എരുമേലിയിലും പത്തനംതിട്ടയിലും പൊൻകുന്നം വരെ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പന്തളത്തടക്കം എത്തി ഭഗവാന് കൊണ്ടുവന്ന ആ ഇരുമുടിക്കെട്ടിൽ ഏന്തി വന്ന ആ നെയ്ത്തേങ്ങ പന്തളത്തടക്കം അഭിഷേകം ചെയ്തിട്ട് പോകേണ്ടി വന്ന ഗതികേടിലേക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ആ ഇടപെടൽ ഈ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടലിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഒന്നും ചെയ്തിട്ടില്ല. അരുൺ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 14 മണിക്കൂറാണ് നമ്മൾ ലൈവത്തോണായി ശബരിമലയിലെ പ്രശ്നങ്ങൾ പൊതുജന മധ്യത്തിലെത്തിച്ചത്. അന്ന് നമ്മൾ പറഞ്ഞു,
എന്തവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അതിനുശേഷം പല പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി. അങ്ങനെ 14 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു. അത് ശ്രദ്ധയിൽപ്പെട്ടു. ദേവസ്വം പ്രസിഡന്റ് പ്രതികരിച്ചു, എല്ലാം നന്നായി നടക്കും എന്ന്. പുതിയൊരാൾ മലകയറി അവിടെ എത്തിയിട്ടുണ്ട്, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ്. പക്ഷേ സംഭവിച്ചത് ആദ്യ ദിനം തന്നെ പാളി എന്ന അവസ്ഥയാണ് കണ്ടത്. സ്വർണ്ണപ്പാളിയല്ല കേട്ടോ, അപ്പാടെ പാളി.